നമസ്കാരം. തെക്കോടേക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറേ ദിവസമായി നമ്മൾ കേൾക്കുന്ന കേരള സ്റ്റോറി 2 പറ്റിയുള്ള ബിൽഡപ്പുകളാണ്. അത് എനിക്ക് പ്രത്യേകിച്ച് ഒരു ചെറിയ ഇൻവോൾവ്മെൻ്റ് ഇതിൽ കേരള സ്റ്റോറി ആദ്യം ഒന്നാമത്തെ വന്നപ്പോൾ ഉണ്ടായി. ഞാനത് പേഴ്സണലി എൻ്റെ സുഹൃത്തുക്കളായ ഒരു CPM-ൻ്റെ ഒരു MP-ക്കും വേറൊരു സുഹൃത്ത് CM-ൻ്റെ ഓഫീസിൽ 2 പേർക്കും ഞാൻ എഴുതി. ഇത് കേരളത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലാണ്. അത് കേരള സർക്കാരാണ് ഒബ്ജക്റ്റ് ചെയ്യേണ്ടത്. അത് CBSE അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് അന്ന് സർക്കാർ സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഈ രണ്ടാമത്തെ ഈ ദുരന്തം നമുക്ക് സഹിക്കേണ്ടി വരുന്നില്ല. ഈ രണ്ടാമത്തെ ദുരന്തത്തിന് ഇത് മാത്രമല്ല, അന്നത്തെ ഒരു സ്ട്രാറ്റജി സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെതും ഇടതുപക്ഷത്തിൻ്റെയും നമ്മളുടെ ബുദ്ധിജീവികളുടെയും ഇതാരും കാണാൻ പോകുന്നില്ല, നമ്മളതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ സീതാറാം യെച്ചൂരിയെ പോലുള്ളവരെ ഇതിന് ബദലായിട്ട് ഒരു മലയാളം സിനിമ തന്നെ, ഇന്ന് സ്വന്തം ശ്രീധരൻ എന്ന മലയാളം സിനിമ ഇവിടെ സഹമദിനെ കൊണ്ട് ഞങ്ങൾ ഉൾപ്പെടെ മുൻകൈ എടുത്താണ് അത് കാണിച്ചത്. ഇപ്പം കഴിക്കുക എന്നുള്ളത് ഡൽഹിയിലിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം. ഇവിടുത്തെ അപ്പർ കാസ്റ്റുകൾക്ക് ഒരു ജനതയെ ആകെ മ്ലേച്ഛന്മാരായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ്. ബീഫ് കഴിക്കുന്നവർ മ്ലേച്ഛന്മാരാണെന്നാണ് നോർത്ത് ഇന്ത്യയിലെ അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൺസ് ഉൾപ്പെടെ കായസ്ത് വരെയുള്ള ആൾക്കാർ കരുതുന്നത്. അത് മലയാളി മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുവിടാം. ഈ ഒരു സംഭവം, ഈ ഒരു ക്യാമ്പയിൻ മലയാളി നിർബന്ധപൂർവം അല്ലെങ്കിൽ ബീഫ് കഴിപ്പിക്കുന്നതിനാണെന്നുള്ള സംഭവം ഒരു മത വ്യത്യാസമില്ലാതെ എല്ലാ മലയാളികളെയും ബാധിക്കുന്ന ഒന്നാണെന്ന് നാട്ടിലെ എല്ലാവരും മനസ്സിലാക്കിയാൽ അത് നമുക്കൊക്കെ നൽകാം. പക്ഷെ ഞാനിതിൽ വീണ്ടും പറയുന്നു, നമ്മളുടെ ബുദ്ധിജീവികളുടെ, നമ്മളുടെ സർക്കാരിൻ്റെ ദേശീയമായ സംഭവങ്ങളെ അതിൻ്റെ മുഴുവൻ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കാനുള്ള കഴിവുകേടിനെയാണ് ഞാനിതിൽ കാണുന്നത്. ഇതുവരെ ആരോ കൊച്ചി ഹൈക്കോർട്ടിൽ ഇതിനെതിരെ, ഈ സിനിമയ്ക്കെതിരെ പോയി എന്ന് തോന്നുന്നു. പക്ഷേ സർക്കാരാണ് ഇത് മുൻകൈയെടുക്കുന്നത്. എന്താ വെച്ചാൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ഒരു മതത്തെയോ ഒരു കൂട്ടത്തെയോ മുസ്ലിം സ്റ്റോറിയോ ഒന്നുമല്ല. കേരള സംസ്ഥാനത്തെയാണ് അധിക്ഷേപിക്കുന്നത് ഇതുവഴി, ഈ ഫാൾസ് പ്രൊപ്പഗൻഡ വഴി എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞ് ഈ സിനിമയുടെ ടൈറ്റിലെങ്കിലും മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അത് അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് എന്തുകൊണ്ടാണ് സർ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു ചിന്ത, അതായത് ഇത് കേരളത്തെ അപമാനിക്കലാണ്. കേരളത്തിന്റെ മതനിരപേക്ഷത മാത്രമല്ല, സഹവർത്തിത്വം, റിലീജിയസ് സഹവർത്തിത്വം. പിന്നെ ഇത് ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു നോർത്ത് ഇന്ത്യക്കാരെ അപ്പർ കാസ്റ്റിനെ കൊണ്ട് നമ്മൾ മ്ലേച്ഛരാണ്, മലയാളികൾ മ്ലേച്ഛരാണ് എന്നുള്ള ഒരു ലെജൻഡ് ഉണ്ട് ഇവിടെ. അത് ഊട്ടിയുറപ്പിക്കുന്ന ഒരു സിനിമയാണിത്. അത് എന്തുകൊണ്ട് അതിന്റെ സീരിയസ്നെസ്സിൽ കാണുന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. എന്താണ് സാർ അതിന് കാരണം? ശരിയാണ്, ചെറിയൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മള് ഇതിനെ 2 തരത്തില് കേരളത്തിൽ ഇപ്പൊ ഞാൻ കാണുന്നത് 2 തരത്തിൽ. ഒന്ന്, പരിഹസിച്ചുകൊണ്ടും ഇതിനെ ട്രോൾ ചെയ്തുകൊണ്ടും പറോട്ട പഴംപൊരി കോംബോ കാർഡുകൾ ഇറക്കിക്കൊണ്ടും ഇതിനെ അങ്ങനെ പരിഹസിച്ച് ഇതിനെ ഇല്ലാതാക്കാം എന്ന ഒരു ധാരണ. അതായത് മലയാളിയുടെ സ്വതസിദ്ധമായ നർമ്മബോധം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗാൻഡ, ഹാർഡ് പ്രൊപ്പഗാൻഡ, ഹേറ്റ്രഡ് പ്രൊപ്പഗാൻഡയല്ല, ഒരു വിദ്വേഷ സിനിമയെ തമാശ കൊണ്ട് തോൽപ്പിക്കാം എന്നൊരു തെറ്റിദ്ധാരണ മലയാളിക്കുണ്ടെന്ന്. അതൊന്ന്. 2, ഇത് ആവർത്തിക്കുന്ന ഒരു വിപത്താണെന്നുള്ള തിരിച്ചറിവില്ലായ്മ. കാരണം